അപ്പോൾ പൂഞ്ഞാർ ടു ആഞ്ഞളപ്പ് ഓഫ് റോഡ് പോകാൻ പോവുകയാണ്. നോക്കാം. ഈ ചേട്ടാ റോഡിനെ പറ്റി എങ്ങനെയാ പറയാനുള്ളത്? ചേട്ടനെ പറ്റി വളരെ മോശമായിട്ട് ഓട്ടോക്കാർ പോലും പോകില്ല. കാശ് കൂട്ടി കൊടുക്കുകയില്ല. ഇല്ല. അപ്പൊ ചേട്ടൻ ഇപ്പൊ ഇതിലെ ഇവിടെ ഓട്ടോ ഓടുന്നതാണ്. അപ്പൊ ചേട്ടൻ ഈ റോഡിന്റെ അവസ്ഥ കാരണം വണ്ടിക്ക് എന്തെങ്കിലും ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ടോ? ഈ മാസത്തിൽ ഒരു 10,000 രൂപ ഞങ്ങൾ മുടക്കുന്നുണ്ട്. കാരണം കൂടുതലും ആ ഭാഗത്ത് ഞങ്ങൾക്ക് ഓട്ടം മുടിയത്. ഈ ഒരു വർഷത്തിനടുത്തായി വഴി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് പിന്നെ പൈപ്പ് ലൈൻ മാന്തോടുകൂടി ആകെപ്പാടെ നിർമ്മാറായി കിടക്കുകയാണ്. ഇതൊരു മേൽ നടപടിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളെ സർക്കാരിന്റെ ഭാഗത്തിൽ ഉള്ള ആൾക്കാരെ എല്ലാം വീട് അറിയിക്കുകയും പഞ്ചായത്ത് കമ്മിറ്റി അറിയിക്കുകയൊക്കെ ചെയ്തതാണ്. അവർ സമരം കാര്യങ്ങളൊക്കെ നടത്തിയാണ്. പക്ഷെ തീരുമാനങ്ങളൊന്നും ഇതുവരെ ആയിട്ടില്ല. വണ്ടി ഈ വഴിക്ക് 3/4% വണ്ടി ഈ വഴിക്ക് ഓടുന്നില്ല ഇപ്പൊ. ഇനിയും കുഴിക്കാനുള്ളതല്ലേ? ഇനിയും കുഴിക്കാൻ കിടക്കുന്നല്ലേ ഇവിടെ? ഈ സൈഡ് മാന്താനുള്ള ഈ സൈഡ് മാന്താനുള്ളതാണ്. വണ്ടിക്ക് അതിന്റെ പണികൾ വന്നിട്ടുണ്ടല്ലേ? വണ്ടിക്ക് മാസം ഒരു 5,000 രൂപ ചെല്ലാനുള്ള മറ്റൊരു ഷോക്കപ്റ്റർ കംപ്ലൈന്റ് ഇങ്ങോട്ട് ചെയ്യുന്നു. അങ്ങനെ ഒത്തിരി പണികൾ വരുന്നുണ്ട്. ഒരു ഓട്ടോ വരുന്നുണ്ട്, കാണിച്ചു. ഒരു ഓട്ടോ വരുന്നുണ്ട്. ഇതിപ്പോ ഞാൻ റോങ് നോക്കൊണ്ടിരിക്കുകയാണ്. ഈ ഓട്ടോ ചേട്ടനെ കടത്തി വരണമെങ്കിൽ ഇതാണ് അവസ്ഥ. ഇതാണ് കറക്റ്റ്. ഇപ്പൊ ഒരു വണ്ടി വന്നുകൊണ്ട് കാണാൻ പറ്റി. ഇതാണ് അവസ്ഥ. സ്കൂട്ടറാരും പോകുന്നുണ്ടോ? പുള്ളിയുടെ അവസ്ഥ നോക്കി. പുള്ളി ഒന്ന് കാണിച്ചു. നമ്മള് കുറെ നോക്കി, ആൾക്കാരൊക്കെ വന്ന് നോക്കി കുറെ പരിശ്രമിച്ചത്. അതൊന്നും ഉടനെ നടക്കില്ല. പകുതി പണികൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട്. എന്നാൽ നമ്മൾ ഒരു ട്രിപ്പ് വെച്ചാൽ 30 രൂപ കിട്ടുന്ന പകുതി വരെ പോയി കഴിഞ്ഞാൽ ആ 30 രൂപയ്ക്ക് കൊടുക്കഴിഞ്ഞാൽ നമുക്ക് 300 രൂപയുടെ പണി വരും. പിന്നെ അങ്ങോട്ട് പോകാത്ത കാരണം ചില ആൾക്കാർ നമ്മളോടൊന്നും മിണ്ടിയല്ല. കാരണം അവർക്കറിയില്ല വണ്ടിക്ക് എന്തുമാത്രം പണി വരുന്നത്. അവർക്ക് വീട്ടിൽ വരെ ചെന്നാൽ മതി. മെയിനായിട്ട് ഷോക്കപ്റ്റർ കംപ്ലൈന്റ് വണ്ടിക്ക് മൊത്തം പണിയാ ഒന്ന് ഓടിക്കഴിഞ്ഞു. ഈ റോഡിനെ പറ്റി എന്താണ് അഭിപ്രായം? ഞങ്ങൾ വീഡിയോ എടുത്തോണ്ട് വരികയാണ്. പറയൂ. ഇത്രയും മനോഹരമായ റോഡ് നമുക്ക് നമ്മൾ അഭിമാനിക്കുമല്ലേ? ശരി, താങ്ക് യു. ഈ റോഡിനെ പറ്റി എന്താണ് അഭിപ്രായം? ഓക്കെ, താങ്ക് യു. അയ്യോ, ഇവിടത്തൊക്കെ ഒരവസ്ഥ. കരികില ഒന്ന് മൂടിയോണ്ട് കാണട്ടെ. ഇനി കുറച്ച് ഭാഗത്ത് കുഴപ്പമില്ല, കാരണം അവിടെ കുഴിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ സൈഡാണ് കുഴിച്ചേക്കുന്നത്. വരുന്ന വഴിക്ക് പട്ടിക്കുട്ടനെ കണ്ടിട്ടുണ്ട്. ഡേയ്, എന്റെ വീടൊക്കെ എവിടെയാ? നീയാണ് ജാക്കിയുടെ അടുത്ത് വന്ന്. ജാക്കി നിന്നെയാണ് ഓടിച്ചേ? അയ്യോ, ഇതിന്റെ അകത്തൊക്കെ വന്ന് ആരെങ്കിലും വീണാലുണ്ടല്ലോ. ഇതിന്റെ അകത്തൊക്കെ വീണ് കഴിഞ്ഞാൽ വല്ല ബൈക്കും വന്ന് ഇതിന്റെ അകത്ത് വീണ് കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ നോക്കി. ഇതിന്റെ അകത്ത് ഗുഹയുണ്ട് കേട്ടോ. ഈ കുഴിക്കകത്തൊന്നും കേറണമില്ല. ഇനിയുള്ള ഇച്ചിരി പേഴ്സണലാണ്. കാരണം ഞാനിതിലെ ഈ റോഡിന്റെ അവസ്ഥയാണ് കാണിക്കുന്നത്. ഞാൻ ഇതിലെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയിട്ട് ചെളി തെറിച്ചെന്നും പറഞ്ഞ ഒരു നാട്ടുകാരൻ ചേട്ടൻ എനിക്ക് വളരെയധികം സങ്കടം ഉണ്ടായി. പിന്നെ എനിക്ക് ഓവർ സ്പീഡ് ആണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആക്ച്വലി ഈ റോഡിൽ കൂടെ സ്പീഡിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ കിടുതാപ്പൊക്കെ അടിച്ചു പോകുന്നല്ലാതെ വല്ല കാര്യമുണ്ടോ? അപ്പം നമ്മുടെ മാട്ടേക്കടയാണിത്. മാട്ടേക്കടയുടെ അവസ്ഥ ഇപ്പം അറിയാമല്ലോ. കടയും കുഴിയും എല്ലാം ഇതാണ്. ഈ മഴക്കാലത്ത് ഇവിടുത്തെ അവസ്ഥ എന്നൊക്കെ പറയാൻ നോക്കിയോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതില് ഞാൻ എങ്ങനെ ഈ വണ്ടി ഈ മണ്ണെ കൂടെ കയറ്റിക്കൊണ്ടു. വീഡിയോ എടുത്ത് വന്നിരിക്കും. നമുക്ക് മാട്ടയിൽ പിടിക്കുന്ന നമുക്ക് സോഡാ നാരങ്ങെല്ലാം കുടിക്കാം. മഴ പെയ്താൽ ഇവിടെ അന്യായ വെള്ളമാണ്. ഈ വെള്ളക്കെട്ട് ഇങ്ങനെ വെള്ളം കെട്ട് എന്ന് ലാസ്റ്റ് സംഭവിക്കാൻ പോകുന്നത് ഈ കെട്ട് നീ ഭാവിയിൽ ഇടിയും. നമ്മളിപ്പോ ആഞ്ഞളപ്പ് ജംഗ്ഷനിലാണ് വന്നേക്കുന്നത്. ആഞ്ഞളപ്പിലുള്ള ഓട്ടോ ചേട്ടന്മാരാണ് ഇവര്. ഇവരോട് ചോദിക്കാം ഈ റോഡിന്റെ അവസ്ഥയെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? റോഡ് വളരെ മോശമാണ്. ഇവിടുത്തെ ഭരണാധികാരികളുടെ കുഴപ്പം കൊണ്ടാണ് റോഡ് ഈ കോലത്തിൽ കിടക്കുന്നത്. വെള്ളത്തിന്റെ പദ്ധതി എന്ന് പറഞ്ഞിട്ട് വർഷം 3 വെള്ളവും ഇല്ല, റോഡും ഇല്ല. ഞങ്ങൾ ഓടുന്ന പാട് ഞങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ. ഒരു 10-15 രൂപ ഓട്ടോക്കൂലി ചോദിച്ചാൽ കുറ്റവും കുറയല്ലാത്ത ഒരു സമയവും ഇല്ല. ആഞ്ഞളപ്പ് പൂഞ്ഞാറ് വരെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡ് അതുപോലെ നശിച്ചു കിടക്കുകയാണ്. അതുകൊണ്ട്
ഈ റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണം. വണ്ടിക്ക് മാസം ഒരു 10-3000 രൂപയുടെ പണി എന്തോ ആണെങ്കിലും വണ്ടിക്ക് അറിയാവുന്ന ആൾക്കാരാണ്. ഒരു നിമിഷം നമുക്ക് പൂഞ്ഞാറൊന്നും പോകാതിരിക്കാനും പറ്റില്ല. റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണമെന്നാണ് നമ്മുടെ അഭിപ്രായം. ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷന് ഈ ഭാഗത്തുള്ളവർ തീരുമാനിച്ചിരിക്കുന്നത് റോഡ് ശരിയായില്ലെങ്കിൽ വോട്ട് ബഹിഷ്കരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത്. പറമ്പ് പൂഞ്ഞാർ റോഡ് CH എൻ്റെ അതൊക്കെ നമ്പർ മുതൽ JJM പൈപ്പ് ലൈൻ വർക്കിനും അനുബന്ധ റെസ്റ്റോറേഷൻ പ്രവർത്തനങ്ങൾക്കായി ഈ റോഡ് വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയിരിക്കുന്നു. പരാതികൾക്കും നിർദ്ദേശങ്ങൾക്കും ഹലോ സാറേ, ഇത് വാട്ടർ അതോറിറ്റിയുടെ ബോർഡിൽ വെച്ച നമ്പർ കണ്ടു വിളിച്ചാണേ. അതെ 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 ഇതിവിടെ ഞങ്ങളെ ഞാന് ഇതിലെ വേറെ വഴി കൂടെ ഒക്കെ പോയിട്ട് നമ്മുടെ ഈ റോഡ് മാത്രം ഇത്രയും പൊട്ടായിട്ട് പൊളിഞ്ഞ് കിടക്കുന്നേ. വേറെ റോഡൊന്നും ഇത്രയും പ്രശ്നമായിട്ടില്ല. അത് ഇന്നലെ മഴ പെയ്തപ്പോ അതെല്ലാം ഒഴുകി പോവാന്നേ. ഒരു മഴയ്ക്ക് മൊത്തം പോക്കായത്. അല്ല ഞാൻ ചോദിച്ച ഇത് എന്തെങ്കിലും ഒരു താൽക്കാലിക നടപടി എന്തെങ്കിലും ഉണ്ടോ? തൽക്കാലത്തേക്ക് മിറ്റിന് മാത്രം ഇടാതെ ഇച്ചിരി കട്ടിക്ക് കിടക്കുന്ന പോലെ. എന്നാന്നറിയോ, ഈ ലോറിയൊക്കെ എതിരെ വരുമ്പോഴത്തേക്ക് ബൈക്കുകാർക്ക് ഭയങ്കര കഷ്ടമാണ്. ഒതുക്കാൻ പാടാ. ഓക്കെ ശരി ഓക്കെ. 2 ദിവസങ്ങളിൽ മിറ്റിൽ കൊണ്ടിടൂന്നാ പറഞ്ഞു. 2 ദിവസം മുകളിൽ മിറ്റിൽ നോക്കാം.